ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ ഒരുപാട് പേരുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ആദ്യം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ഇവിടെ വരുന്ന ഫോറിനേഴ്സ് എല്ലാവർക്കും തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം, ഒരു കടമ്പ തന്നെയാണ്. അതായത് പല നല്ല കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂവിലും ഫൈനൽ റൗണ്ടിൽ ലാംഗ്വേജ് എന്ന ഒരു പോയിന്റ് കാരണം റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. എൻ്റെ കേസിൽ ഞാൻ പറയുന്നതാണ്. എനിക്ക് നല്ല 2 ഓപ്പണിങ്സ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഡയറക്റ്റ് കമ്പനികളിൽ കയറി ചോദിച്ച് ഇൻ്റർവ്യൂവിലെത്തി. പക്ഷേ ഫൈനൽ റൗണ്ടിൽ അതായത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരിൽ നിന്നും പിന്നെ നമ്മുടെ അതേ ക്വാളിഫിക്കേഷനോ നമ്മുടെ അതേ എക്സ്പീരിയൻസോ ഉള്ള ആളായിരിക്കും. പക്ഷേ അവർ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് പോവും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ വെയിറ്റിങ്ങിൻ്റെ ടൈം. നമുക്ക് പെർമിറ്റ് അടിച്ച് വരാൻ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും ജോബ് ചേഞ്ച് ചെയ്യാൻ പെർമിറ്റ് അടിച്ച് വരാൻ ഇത്തിരി സമയമെടുക്കും. പല കമ്പനികളും, അതായത് കറക്റ്റ് ടാക്സും കാര്യങ്ങളും ഒക്കെ മൂവ് ചെയ്ത് പോകുന്ന പല കമ്പനീസും പെർമിറ്റ് കംപ്ലീറ്റ് ആവാതെ നമ്മളെ ഹയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലുള്ള റിജക്ഷൻസ് വരാറുണ്ട്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എനിക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് അവരോട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴെൻ്റെ ഒരു അവസ്ഥ. 95% ആളുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ തന്നെ അവരപ്പോഴേ ഓ ബ്രാവോ ബ്രാവോ എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ ഒരു 5% ആളുകളുണ്ട് നമ്മൾ കുറച്ചെന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മാതിരി അസൂയ പിടിച്ച ആൾക്കാരില്ല. അവരപ്പം തന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ നമ്മളോട് തിരിച്ച് സംസാരിക്കും. അതായത് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള വാക്കുകൾ, കുറച്ച് ഒട്ടും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കുകൾ അവർ പറയും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നല്ല രീതിക്ക് സ്റ്റക്കാവും. സപ്പോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ, അതായത് തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവോ, ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ഇല്ലില്ല, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഇത് ക്രൊയേഷ്യയാണ്, നിങ്ങൾ ക്രൊയേഷ്യൻ ലേൺ ചെയ്യണം, ഇത് അമേരിക്കയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഒരു 5% ആളുകളും. അപ്പോൾ അത് പോട്ടെ, നമുക്കെങ്ങനെ ബെറ്റർ ആവാമെന്ന് നോക്കാം. ഒരു പൈസയും 10 പൈസയും ചിലവില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ലാംഗ്വേജ് പഠിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുക. ഓക്കെ, ആഴ്ചയിൽ 2 ദിവസം ഓഫ് കിട്ടുന്നവരാണ് മിക്കുള്ളവരും. കോമൺലി 2 ദിവസമാണ് കേട്ടോ ആഴ്ചയിലെ ഓഫ്. അപ്പോൾ ഈ ഒരു ഓഫ് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് സുഖമായിട്ടിരുന്നിട്ടോ, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ഉണ്ട് ക്രൊയേഷ്യൻ അക്ഷരമാലകൾ. ഒന്നുമില്ല, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വിത്ത് പ്രൊനൗൺസിയേഷൻ കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, വായിക്കാനും എഴുതാനും പഠിക്കുക. എഴുതാൻ പഠിക്കുക എളുപ്പമാണ്. എല്ലാ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലെ തന്നെയാണ്, ജസ്റ്റ് കുറച്ച് ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്നേ ഉള്ളൂ, കുത്ത് കോമയൊക്കെ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അത് കറക്റ്റ് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗമോ ക്രൊയേഷ്യനിലുള്ളത് ഓപ്പൺ ചെയ്യുക, വെറുതെ വായിക്കുക. അർത്ഥമൊന്നും മനസ്സിലാവില്ല, പക്ഷെ വെറുതെ നിങ്ങൾ വായിക്കുക. നിങ്ങൾക്കത് വായിക്കുമ്പം ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത്. കാര്യം ലെറ്റേഴ്സ് എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങളത് വായിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവും എന്നുള്ളത്. സോ ഈ 2 സ്റ്റെപ്പും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ ക്രൊയേഷ്യൻ ലേണിംഗ് ആപ്പുകൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ആപ്പുകൾ. ഏത് ആപ്പെന്നില്ല, ഓരോ ആപ്പും സജസ്റ്റ് ചെയ്യുന്നില്ല, ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഒരാൾക്ക് ഏതൊരു ആപ്പിലുള്ള ആ ഒരു ചെറിയ ഇൻഫർമേഷനും വളരെ വലിയ കാര്യമാണ്. അപ്പോൾ എടുക്കുക. കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അതിനകത്ത്. അതായത് ബാത്റൂം എവിടെയാണ്, പിന്നെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്, ബസ് സ്റ്റാൻഡ് എവിടെയാണ്, അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, കുറച്ച് വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ആൺകുട്ടിയാണ്, ഇത് പെൺകുട്ടിയാണ്, ഇതൊരു സ്കൂളാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ആപ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ആപ്പുകൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ 1 by 1 ആയിട്ട് പഠിച്ചാൽ മതി. ചില ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ക്യാഷ് പേ ചെയ്താലേ ബാക്കി ചാപ്റ്റേഴ്സ് കാണിക്കും. അപ്പോഴേ അൺഇൻസ്റ്റാൾ ചെയ്യുക, അടുത്ത ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ക്രൊയേഷ്യയിലുള്ള ഒരാളാണ്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നു. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ടൈമിൽ നിങ്ങൾക്കത് ചോദിക്കാൻ പറ്റിയില്ല, കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയില്ല. കാര്യം 1-2 വാക്കറിയാം, പക്ഷേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഗൂഗിളിൽ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും.
അത് ആ സമയത്ത് ക്യാപ്ചർ ചെയ്യുക. ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെറ്റാവും. അപ്പോൾ ആദ്യം സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം ആപ്പുകളുടെ ഹെൽപ്പോടു കൂടി ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. ഓട്ടോമാറ്റിക്കലി ഓരോ സിറ്റുവേഷനിലും നിങ്ങളത് ഓർക്കും. അങ്ങനെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രൊയേഷ്യയിൽ വന്നു, സെറ്റിലായി. ഇവിടെ സെറ്റിൽഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്ത് നല്ല എന്താണ് സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ലാംഗ്വേജ് ലേണിംഗ് അക്കാഡമീസ് ഉണ്ട്. സാഗ്രബിലൊക്കെ നല്ല ക്രൊയേഷ്യൻ ലാംഗ്വേജ് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊക്കെ അക്കാഡമീസ് ഉണ്ട്. കുറച്ച് ബേസിക്കും കാര്യങ്ങളും തലയിലുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ സ്കൂളിൽ പോവുക, അക്കാഡമിയിൽ പോവുക. അവർ നല്ല രീതിക്ക് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഫീസേ ആവുന്നുള്ളൂ മന്ത്ലി. ഓരോ കോഴ്സാണ്, ഓരോ ലെവലാണ്. അപ്പോൾ അതനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുക, അതനുസരിച്ച് പഠിക്കാൻ നോക്കുക. അത് പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു സിറ്റിസൺഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടിരിക്കും. ലാംഗ്വേജ് നേരത്തെ തന്നെ ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. സോ ഇതാണ് എൻ്റെ ഒരു ടിപ്പെന്ന് പറയാനുള്ളത്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളവർക്കും പറ്റിയ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സ്കൂൾ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വിത്ത് റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ച് പോവുക. ഒരുപാട് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഒരുപാട് സമയം കാണും. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ മിക്ക സൺഡേസ് ഓഫാണ് സൂപ്പർ മാർക്കറ്റ്. പക്ഷേ അവധിയുള്ള ടൈമിങ്ങിൽ നിങ്ങൾ പോയി കുറച്ചധികം സമയം സൂപ്പർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സാധനവും നോക്കി പോവുക. ഓട്ടോമാറ്റിക്കലി കുറച്ച് തവണ 2-3 വട്ടം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ സാധനങ്ങളുടെയും പേര് നിങ്ങൾ പഠിക്കും. അതൊക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനോടൊപ്പം തന്നെ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സ് പഠിക്കാനും അതുപോലെ തന്നെ ഡേയ്സ് പഠിക്കാനൊക്കെ എളുപ്പമാണ്. നമ്പേഴ്സൊക്കെ ഹിന്ദിയായിട്ട് നല്ല രീതിക്ക് നല്ല ഒരു മാച്ചിങ് ഉള്ള ഒരു ലാംഗ്വേജാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, വായിക്കാൻ ശ്രമിക്കുമ്പം നിങ്ങൾ അതിൽ സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സക്സസ് ആയി എന്ന് സ്വയം തോന്നിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പും ഈ ഒരു രീതിക്കും നിങ്ങൾ പഠിച്ചു നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.